Hey guys, welcome to EIKV and this is Vishnu. In this illustration, a company is planning to purchase a machinery for rupees 3,50,000. അപ്പോൾ ഒരു കമ്പനി മെഷീനറി വാങ്ങാനായിട്ട് പ്ലാൻ ചെയ്യുവാണ്. അപ്പോൾ 3,50,000 അതിൻ്റെ കോസ്റ്റ്. അപ്പോൾ കമ്പനി ഈസ് ക്വൈറ്റ് കോൺഫിഡൻറ്റ് ദാറ്റ് ഇറ്റ് ക്യാൻ ഏൺ ആൻ ആനുവൽ ക്യാഷ് സർപ്ലസ് ഓഫ് 1 lakh. അപ്പോൾ കമ്പനി pretty much കോൺഫിഡൻ്റ് ആണ്. കമ്പനിക്ക് ഉറപ്പുണ്ട് ഈ മെഷീൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഈ മെഷീൻ വെച്ചിട്ട് ഒരു ക്യാഷ് സർപ്ലസ് 1 lakh വെച്ചിട്ട് പെർ ഇയർ വെച്ചിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്നുള്ള കോൺഫിഡൻസ് കറക്റ്റ് ആയിട്ടില്ല. ഹൗവർ ദർ ഈസ് ആൻ അൺസർട്ടനിറ്റി ഇൻ വർക്കിംഗ് ലൈഫ് ഓഫ് ദി മെഷീനറി. അപ്പം എന്ന് പറഞ്ഞാൽ കൂടെ നമ്മുടെ മെഷീൻ്റെ വർക്കിംഗ് ലൈഫ് അല്ലെങ്കിൽ യൂസ്ഫുൾ ലൈഫിന് കുറച്ച് അൺസർട്ടനിറ്റി ഉണ്ട്. ആൻ അസോസിയേഷൻ ഓഫ് ട്രേഡ് ഹാസ് 250 മെഷീൻസ് ഓഫ് സച്ച് കൈൻഡ് ആൻഡ് കളക്റ്റഡ് ദി ഇൻഫർമേഷൻ. അപ്പം ഈ മെഷീനുള്ളൊരു അസോസിയേഷൻ ഉണ്ട്. അപ്പോൾ അസോസിയേഷൻ്റെ കയ്യിൽ 250 മെഷീനാണ്. അപ്പോൾ 250 മെഷീൻ വെച്ചിട്ട് ഈ അസോസിയേഷൻ നടത്തിയ ഒരു റിസർച്ച്, അതിൽ ഡാറ്റ കളക്ട് ചെയ്ത ഡാറ്റാസും നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഡാറ്റാസിൽ തന്നിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് മെഷീനറി, അതായത് വർക്കിംഗ് ലൈഫ് ഓഫ് മെഷീനറിയും തന്നിട്ടുണ്ട്. പിന്നെ നമ്പർ ഓഫ് മെഷീൻസ് തന്നിട്ടുണ്ട്. ഫസ്റ്റത്തെ ത്രീ ഇയേഴ്സ് വർക്കിംഗ് ലൈഫുള്ള മെഷീൻ ഉണ്ട്, അത് 20 വരും. അതിൽ 4 ഇയേഴ്സ് ഉണ്ട്, അത് 50 വരും. 5 ഇയേഴ്സ് ഉള്ള 100 വരും. 6 ഇയേഴ്സ് ഉള്ളത് 7 ഇയേഴ്സ് ഉള്ളത് 10 വരും. ടോട്ടൽ 750 വന്നിട്ടുണ്ട്. പിന്നെ പറയുന്നത് ഡിസ്കൗണ്ടിങ് ഫാക്ടറിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഡിസ്കൗണ്ടിങ് ഫാക്ടറിനെ കുറിച്ച് പറയുന്നത് ഡിസ്കൗണ്ടിങ് ഫാക്ടർ 10% ആണെന്ന് പറയുന്നുണ്ട്. പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മെഷീൻ ലൈഫ് 3 ഇയേഴ്സ് ആണെങ്കിൽ അതിൻ്റെ NPV എന്ന് വെച്ചാൽ 1,01,000 ആണ്. 4 ഇയേഴ്സ് ആണെങ്കിൽ 33,000 ആണ്. 5 ഇയേഴ്സ് ആണെങ്കിൽ 29,000 വരും. 6 ഇയേഴ്സ് ആണ് 86,000. 7 ഇയേഴ്സ് ആണ് 1,37,000 അതിൻ്റെ പ്രോബിലിറ്റി ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ റിക്വയർമെൻറ്റ് വന്നേക്കണം അഡ്വൈസ് വെദർ ദ കമ്പനി ഷുഡ് പർച്ചേസ് ദിസ് മെഷീൻ ആണ്. അപ്പോൾ നമുക്ക് റിക്വയർമെൻറ്റ് വന്നേക്കുന്നത് വെദർ ഈ മെഷീൻ പർച്ചേസ് ചെയ്താൽ കമ്പനിക്ക് ഗുണമുണ്ടോ ഇല്ലെന്ന്. നമുക്ക് ഡയറക്റ്റ് സൊല്യൂഷനിലേക്ക് പോകാം. അപ്പം ആദ്യം തന്നെ സൊല്യൂഷനിൽ കമ്പ്യൂട്ടേഷൻ ഓഫ് കൺസിഡറിങ് ദി പ്രോബിലിറ്റി ഓഫ് മെഷീൻ. അപ്പം നമ്മളിപ്പം ഇതിൽ നമ്മൾ കണ്ടുപിടിക്കുന്നത് നമുക്ക് കിട്ടിയേക്കുന്ന ആ 250 മെഷീനറിയുടെ പ്രോബിലിറ്റി വെച്ചിട്ട് പ്രസൻറ്റ് വാല്യൂവിനെ മൾട്ടിപ്ലൈ ചെയ്യാറ്. അപ്പോൾ അതിൽ കിട്ടുന്ന ആൻസർ പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ ഈ മെഷീനറി പർച്ചേസ് ചെയ്യാൻ അല്ലെങ്കിൽ ഈ പ്ലാൻ ചെയ്തേക്കുന്ന മെഷീനറി പർച്ചേസ് ചെയ്യാനായിട്ട് നമുക്ക് അക്സെപ്റ്റബിൾ ആണ്, ഇല്ലെങ്കിൽ അക്സെപ്റ്റബിൾ അല്ല എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഒരു ടേബിൾ ഉണ്ട്, അതിൽ ഇയർ പ്രോബിലിറ്റി NPVയും എക്സ്പെക്റ്റഡ് വാല്യൂവും തന്നിട്ടുണ്ട്. അപ്പോൾ പ്രോബിലിറ്റി വരാൻ നേരത്തെ എന്താണെന്ന് വെച്ചാൽ 20/250, അതായത് ആദ്യത്തെ മെഷീൻ. അപ്പോൾ ഇയർ ആദ്യം കൊടുത്തിട്ടുണ്ട് 3, 4, 5, 6, 7. അത് കഴിഞ്ഞിട്ടാണ് പ്രോബിലിറ്റി. അപ്പോൾ പ്രോബിലിറ്റി എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യത്തെ ഇയറിൽ 20 മെഷീനാണ് ഉള്ളത്, 3 ഇയേഴ്സ് ലൈഫ് എക്സ്പെക്റ്റൻസി. അപ്പോൾ 20/250 ചെയ്യാം. 20/250 ചെയ്യുമ്പോൾ 8% കിട്ടും. ഈ 8% മൾട്ടിപ്ലൈഡ് ബൈ NPV ആണ്, നമുക്ക് 8,080 കിട്ടും. അതേപോലെ തന്നെ അടുത്തത് 4 ഇയേഴ്സ് വരാൻ നേരത്ത് 50 മെഷീനാണുള്ളത് 4 ഇയേഴ്സിൻ്റെ ലൈഫ്. അപ്പോൾ 50/250 ചെയ്യാൻ നേരത്ത് നമുക്ക് 20% കിട്ടും. ഈ 20% മൾട്ടിപ്ലൈഡ് ബൈ NPV 33,000 കിട്ടാൻ നേരത്ത് നമുക്ക് 6,600 കിട്ടും. അതേപോലെ തന്നെ എല്ലാം ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ പ്രോബിലിറ്റി എല്ലാം കൂടി ടോട്ടൽ ചെയ്യാൻ നേരത്ത് 1 എന്നുള്ള ആൻസർ കിട്ടും. അതേപോലെ തന്നെ അത് വെച്ചിട്ട് NPV മൾട്ടിപ്ലൈ ചെയ്തിട്ട് ടോട്ടൽ എടുക്കണം. അപ്പോൾ ടോട്ടൽ എടുക്കാൻ നമുക്ക് പോസിറ്റീവായിട്ട് 26,480 കിട്ടും. അപ്പോൾ അത് പോസിറ്റീവ് ആയതുകൊണ്ട് നമുക്ക് ഈ മെഷീനറി അക്സെപ്റ്റ് ചെയ്യും എന്നുള്ള ഡിസിഷനിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. So guys, thanks for watching this video. If you find this video helpful, please subscribe to my channel.